യെസ്, അപ്പോൾ പോറ്റിയെ കസ്റ്റഡിയിൽ തന്നെയാണ്. അപ്പോൾ കാര്യമായിട്ട് തന്നെ ഒരു ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ പല നിർണായക വിവരങ്ങൾ പോറ്റി പുറത്തുവിടുന്നുണ്ട്. ഇനി ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ മൊഴിയെന്ന് നോക്കാം. യെസ്, അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോറ്റിയിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്കും ലഭിക്കുന്നത്. പോറ്റിയുമായി അന്വേഷണ സംഘം വൈകാതെ ബാംഗ്ലൂരുവിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം അവിടെയാണ് ഈ ഗൂഢാലോചന നടന്നത് എന്ന് ഇന്നലെ തന്നെ പോറ്റി പറഞ്ഞിട്ടുണ്ട്. താൻ മാത്രമല്ല 5 പേർ ഈ ഗൂഢാലോചന പങ്കാളിയാണ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല താൻ ഉണ്ടാക്കിയതിനും വലിയ നേട്ടം മറ്റുള്ളവരാണ് ഉണ്ടാക്കിയതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് അറിയാന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒന്നും പറയാനില്ല, അന്വേഷണത്തോടെ എല്ലാം പുറത്തു വരും. യെസ്, അപ്പോൾ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. സഫാൻ VP ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാൻ, ഗുഡ് മോർണിംഗ്. അവിടെ മഴയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഗൂഢാലോചനയും ആസൂത്രണമൊക്കെ നടന്നത് ബംഗളൂരുവിലാണെന്നുള്ളൊരു വിവരം പോറ്റി നൽകിയത് കൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ പോറ്റിയൊക്കെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പിലേക്ക് നീങ്ങിയേക്കും. അതിനപ്പുറം പോറ്റി പറഞ്ഞ കൂട്ടുപ്രതികളിലേക്ക് കൂടെ അന്വേഷണം കടക്കേണ്ടതുണ്ട്. അപ്പോൾ SITയുടെ അന്വേഷണം ഏതൊക്കെ രീതിയിൽ നിലവിൽ പുരോഗമിക്കുന്നു? പോറ്റിയിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണോ ഉള്ളത്? ജിൽസി, നൗഫൽ, ഗുഡ് മോർണിംഗ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, ഇഞ്ചിക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് ഇന്ന് 4ാം ദിവസമാണ്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT സംഘം 8 മണിക്കൂറോളം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ അതിനിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. SITയെ കൂടാതെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും SIT ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുമാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇന്നടക്കം കൂടുതൽ അറസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. 9 ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഈ കേസിൽ പ്രതികളാണ്. മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രതിനിധികളുമായി, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി SIT സംഘം ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അടക്കമുള്ള ആളുകളെയും SIT വിളിച്ചു വരുത്തും. നമുക്കറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത് 10 ദിവസത്തിന് ശേഷമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചാർജ് എടുത്തതിന് ശേഷം 10 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് പരമാവധി വിവരശേഖരണം നടത്തിയിട്ടായിരുന്നു അറസ്റ്റ് ഉണ്ടായിരുന്നത്. അതേ നടപടി തന്നെയാണ് മറ്റുള്ള അറസ്റ്റിലേക്കും നീങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ അർത്ഥത്തിൽ ഉള്ള നടപടികളാണ് SITയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ പുറത്തു വന്നിരുന്നു. താൻ ഒരു ചെറിയ കണ്ണി മാത്രമാണെന്നുള്ള ഒരു ഇരവാദമാണ് അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞപ്പോഴും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഒപ്പം നിന്നവരാണ് ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം മൊഴി നൽകുന്നത്. എന്നാൽ ഈ സ്വർണം എവിടെ പോയി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ മൊഴിയും. മാധ്യമങ്ങൾ ഈ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രതികരണവും നമുക്ക് കഴിയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോയോളം സ്വർണം അടിച്ചെടുത്തു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചൊന്നും അദ്ദേഹം മൊഴിയായിട്ട് ഈ സ്വർണം എവിടെ പോയി, ആർക്ക് കൊടുത്തു എന്നതിനെ പറ്റിയൊന്നും കൃത്യമായ സൂചന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടില്ലെന്നാണ് കൃത്യമായി അറിയാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ കൂടിയാണ് ഇന്നലെ പോറ്റിയുടെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തിയത്.